നമ്മളിപ്പോൾ തിരൂർ കോട്ടക്കൽ കുറ്റിപ്പുറം വഴിക്ക് കോഴിക്കോടിനിങ്ങനെ പോവുകയാണ്. ദേശീയപാത അതിമനോഹരമായി പണിതിട്ടിരിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. പ്രത്യേകിച്ചും KSRTC സ്വിഫ്റ്റ് ബസ്സിൽ ഒരു പ്ലെയിനിൽ പോകുന്ന സുഖത്തിലാണ് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേശീയപാത ഈ കുന്നുകളെല്ലാം ഇടിച്ച് നിരത്തി ഒരു നല്ല ലെവർ റോഡാക്കിയാണ് പോണേ. അതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് അപ്രോച്ച് റോഡുകളുണ്ട്. അപ്പോൾ അത് ആ പഴയ റോഡായിരിക്കും, ഒരുപക്ഷെ അത് പുതുക്കി പണം നിർത്തിയിരിക്കുന്നതാണ്. അതിലൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എൻട്രൻസ് ഉണ്ട് ഈ ദേശീയപാതയിലേക്ക്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ദേശീയപാതയിലേക്ക് കയറും, പിന്നെ നമ്മൾ സൈഡിലേക്ക് മാറി ഈ റൂട്ടിലൂടെ കയറി വരും. ഒരുപാട് ഓവർ ബ്രിഡ്ജുകൾ ഈ റൂട്ടിലുണ്ട് കേട്ടോ. എന്തുമാത്രം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. മുട്ടിന് ഓവർ ബ്രിഡ്ജുകളാണ്. അതുപോലെ തന്നെ ഈ റോഡിന് ഒരു 5-6 ട്രാക്കുകളുണ്ട്. ഒരു ട്രാക്കിൽ 50 കിലോമീറ്റർ സ്പീഡിൽ പോകാം. മറ്റേ തൊട്ടിങ്ങാപ്പുറമുള്ള നടുക്കത്തെ ട്രാക്കിലൂടെ 80 കിലോമീറ്റർ സ്പീഡിൽ പോകാം. പിന്നെ തൊട്ടിങ്ങാപ്പുറ ട്രാക്കിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്. ഇതൊക്കെ അറിയാൻ മേലാത്തവരാ വഴിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അങ്ങനെ നമ്മൾ കോഴിക്കോട് ടൗണിലേക്ക് കടന്നു. കോഴിക്കോട് ടൗണിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരു ബിരിയാണിയുടെ മണം. പക്ഷെ നമ്മൾ പോയ ബസ്സിൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്വിഫ്റ്റ് ബസ്സാണ്. ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ളൊരു ബ്ലോക്കല്ല, ചെറിയൊരു ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് സിറ്റി കവർ ചെയ്യുകയാണ്. സിറ്റിയിൽ നിന്ന് നമ്മൾ നേരെ സിറ്റിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ഓവർ ബ്രിഡ്ജുണ്ട്. അതിൻ്റെ അടിയിലൂടെ നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്നതാണ്. ചെറപുറാന്ന് വഴികളാണ് കോഴിക്കോട്. എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് വഴി. എത്ര വഴിയുണ്ടെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. എത്ര വലിയ ബിൽഡിങ്ങുകൾ. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ഒരു തനത് പലഹാരം, ഒരു ഹൽവ വാല എന്ന് പറഞ്ഞൊരു കട അവിടെയുണ്ട്. ഈ ഹൽവയ്ക്കൊക്കെ ഇത്രയും വലിയ കടയുണ്ടാക്കി വയ്ക്കുന്നത് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഹൽവ വാല എന്ന് അങ്ങനെ ഒരുപാട് കടകൾ ഞാൻ കണ്ടു കേട്ടോ. ഇത്രയും ഭയങ്കരമായിട്ടുള്ള കടകൾ, നല്ല വിവിധ തരത്തിലുള്ള ഹൽവകളാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് അല്പം കൂടി മുമ്പോട്ട് ചെന്ന് കാണുമ്പോൾ കാണുന്ന ആ കൂറ്റൻ ടെർമിനൽ കണ്ടോ, ഒരു കൂറ്റൻ കെട്ടിടം. അതാണ് KSRTCയുടെ ടെർമിനൽ. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇനി കയറുന്നത്. അതിൻ്റെ ആ കൂറ്റൻ ടവറുകളുടെ അങ്ങേയറ്റത്ത് പടിഞ്ഞാറ് വശത്തോടെ നമ്മൾ പയ്യെ അതിൻ്റെ അകത്തേക്ക് കയറും. നമ്മുടെ ഈ ആനവണ്ടിയുടെ ഈ ഓഫീസും മന്ദിരങ്ങളും സ്വത്തും ഒക്കെ എത്ര ഭയങ്കരമാണല്ലേ. ഞാനിത് കണ്ടപ്പോൾ സത്യത്തിൽ അതിശയിച്ചു പോയി. ഈ ബസ് സ്റ്റാൻഡ് കണ്ടപ്പോൾ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ശകുടമാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കയറുമ്പോൾ പ്ലെയിൻ ഗ്രൗണ്ടിന് തുല്യമായ ഫെസിലിറ്റീസാണ് KSRTC ഇപ്പോൾ അതിൻ്റെ ടെർമിനലൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുപാട് മാറിപ്പോയി KSRTC ഇപ്പോൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാം. പക്ഷേ എന്തിനാണ് നമ്മൾ കോഴിക്കോടിന് വന്നേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനിയാണ് സംഭവം. കോഴിക്കോടിന് വന്നത്, ഇവിടെ നിന്നും നമ്മൾ ഒരു യാത്ര തുടങ്ങുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ ഇവിടെ വരും. ഇതൊരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ വന്ന ഒരു യാത്രാ സൗകര്യമാണ്. ആ യാത്രയ്ക്ക് പങ്കെടുക്കാനാണ് ഞാനും വന്നിരിക്കുന്നത്. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഏതായാലും കോഴിക്കോട് വന്നതല്ലേ, കോഴിക്കോടിൻ്റെ ഒരു ബിരിയാണി കഴിച്ചിട്ടാവാം ഇനി. കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഈ കോഴിക്കോടൻ ബിരിയാണി പോലെ ടേസ്റ്റായൊരു ബിരിയാണി കിട്ടില്ല. ബിരിയാണി ഉണ്ടോ? എന്നൊക്കെ ബിരിയാണി ഉണ്ട്? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഗീ റൈസ് എല്ലാം ഉണ്ട്. ഞാനൊരു സിംഗിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഒരു ഫുൾ ബിരിയാണി മേടിച്ച് ചിലപ്പോൾ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ജീരകശാല അരിയുടെ ബിരിയാണിയാണ്. അത് നമ്മുടെയൊക്കെ നാട്ടിൽ നീളം കൂടിയ വലിയ അരിയാണ്. പക്ഷേ കോഴിക്കോടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീരകശാല അരിയാണ്. അച്ചാറുണ്ട്, അല്പം ചർലാസുണ്ട്, പപ്പടം ഇല്ല കേട്ടോ, പപ്പടം ഇല്ല. പിന്നെ മുട്ട കണ്ടില്ല, മുട്ടയുമില്ല. ഒന്ന് കഴിച്ച് നോക്കാം നമുക്ക്. നല്ല അടിപൊളി മണമാണ് കേട്ടോ. ചർലാസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ ബാക്കി പറയാൻ പറ്റത്തുള്ളൂ. ചിക്കൻ
അത്യാവശ്യം മുഴുത്തൊരു പീസ് തന്നെയാണ്, അതും വലിയ കുഴപ്പമില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കാകാം. ബിരിയാണിയൊക്കെ കഴിച്ച് സൂപ്പർ. ഇനി അവിടെ നിന്ന് തിരിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്ന് ഏരിമല എന്ന സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. ഏകദേശം ഒരു 30 രൂപ പോയിൻ്റാണ് കോഴിക്കോട് നിന്നും ഈ സ്ഥലത്തേക്ക്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറുന്നില്ല, നൊയമ്പില്ലാത്തത് കൊണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഒരു സെമി സ്ലീപ്പർ ബസ്സാണ്, സ്കാനിയ ബസ്സാണ് നമുക്ക് യാത്രയ്ക്കായി വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിലേക്ക് കയറ്റാനുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ പോണ വഴിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം. ഏകദേശം ഒരു 50 പേരോളം ഈ യാത്രയിലുണ്ട്. അപ്പോൾ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. യാത്ര പോകുന്ന സ്ഥലം നമ്മൾ കേരളത്തിൽ നിന്നും കർണാടകയ്ക്ക്, കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക്, മഹാരാഷ്ട്രയിൽ നിന്നും നേരെ മധ്യപ്രദേശിലേക്ക്, മധ്യപ്രദേശിൽ നിന്നും നേരെ ഉത്തരാഖണ്ഡിലേക്ക്. അങ്ങനെയാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇനി വരുന്ന 15 ദിവസം ഇതിലെ ഉള്ള യാത്രയുടെ വിവരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പച്ചക്കറിയും അരിയും പലവ്യഞ്ജനങ്ങളും എല്ലാം വണ്ടിക്കകത്ത് സ്റ്റോക്ക് ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ തീർത്ഥയാത്ര പോലെ ഒരു യാത്രയാണ്. അപ്പോൾ നാളെ നമുക്ക് ഈ യാത്രയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. യാത്രയുടെ പേര് ഭാരതയാത്ര എന്നാണ്. അജന്ത എല്ലോറ ഗുഹകളാണ് ആദ്യം നമ്മൾ കാണുന്നത്. അതിനുശേഷം അങ്ങേയറ്റത്ത് നമ്മൾ താജ്മഹൽ കാണും, കാശിയിൽ ചെല്ലും, പ്രയാഗ്രാജ് ചെല്ലും. അങ്ങനെ നിരവധി ലോകാത്ഭുതങ്ങളെല്ലാം കണ്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ആ യാത്രയുടെ വിശേഷങ്ങളാണ്. ശ്രീലകം എന്ന ഒരു സ്കാനിയ ബസ്സാണ്. നമ്മൾ ഈ ബസ്സിലാണ് ഇനി 15 ദിവസം നമ്മൾ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ നിങ്ങളും എൻ്റെ കൂടെ യാത്ര ചെയ്യുകയല്ലേ? എങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തു. അപ്പോൾ നാളെ വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.